കാപ്പ കേസ് പ്രതിയെ മാലയിട്ട് CPM-ലേക്ക് സ്വീകരിച്ചതിനെ ന്യായീകരിച്ച് വെട്ടിലായത് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ്. ഈ കൂട്ടത്തിൽ മാലയിട്ട് സ്വീകരിച്ച യുവാവ് കഞ്ചാവ് കേസിൽ പ്രതിയായപ്പോൾ ന്യായീകരണത്തിന് ചുമതലപ്പെടുത്തിയത് ഏരിയ സെക്രട്ടറിയെ. ഏരിയ സെക്രട്ടറിയും ന്യായീകരിച്ച് മെഴുകി. ആർക്കും ദഹിക്കാത്ത ഒരു ക്യാപ്സ്യൂളും നൽകി. കഞ്ചാവ് കേസിൽ യുവാവിനെ പെടുത്തിയതാണ് പോലും. എക്സൈസ് ഉദ്യോഗസ്ഥൻ സംഖ്യയാണത്രേ. ആരോഗ്യമന്ത്രി വീണ ജോർജും ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവും CPM-ലേക്ക് മാലയിട്ട് സ്വീകരിച്ചതിൻ്റെ രണ്ടാം ദിവസമാണ് മലയാലപ്പുഴ മയിലാടുംപാറ സ്വദേശി യദു കൃഷ്ണൻ 2 ഗ്രാം കഞ്ചാവുമായി എക്സൈസ് സംഘത്തിൻ്റെ പിടിയിലായത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കാപ്പ കേസ് പ്രതി ശരൺചന്ദ്രനോടൊപ്പം യദു കൃഷ്ണൻ കുമ്പഴ ലിജോ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ CPM-ൽ ചേർന്നു. തിങ്കളാഴ്ച ഇയാൾ കഞ്ചാവുമായി പത്തനംതിട്ട എക്സൈസിൻ്റെ പിടിയിലാവുകയും ചെയ്തു. പിന്നാലെ മലയാലപ്പുഴ ലോക്കൽ സെക്രട്ടറി മിഥുൻ്റെ നേതൃത്വത്തിൽ എക്സൈസ് ഓഫീസിൽ നിന്ന് യദുവിനെ ജാമ്യത്തിൽ ഇറക്കി. കഞ്ചാവിൻ്റെ അളവ് കുറവായതിനാൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പാണ് ചുമത്തിയത്. കാപ്പ കേസ് പ്രതിയായ ശരൺചന്ദ്രനോടൊപ്പം BJP യുവമോർച്ച അനുഭാവികളായ 62 പേരാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച കുമ്പഴ ലിജോ ഓഡിറ്റോറിയത്തിൽ വെച്ച് CPM-ൽ ചേർന്നത്. ഇവരെ മാലയിട്ട് മുദ്രാവാക്യം വിളിച്ചും പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് ആരോഗ്യമന്ത്രി വീണ ജോർജും ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവും ചേർന്നായിരുന്നു. കാപ്പ കേസ് പ്രതിയെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് വിവാദമായപ്പോൾ ന്യായീകരണവുമായി മന്ത്രിയും ജില്ലാ സെക്രട്ടറിയും രംഗത്ത് വന്നിരുന്നു. കാപ്പ കേസ് രാഷ്ട്രീയ പ്രേരിതമായിരുന്നു എന്നാണ് ഇവർ വാദിച്ചത്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ കേസൊന്നും ശരണിനെതിരെ ഇല്ലായിരുന്നു. സ്ത്രീകളെ ആക്രമിച്ച കേസിലെ പ്രതിയെയാണ് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി വാദിക്കുന്ന മന്ത്രിയടക്കം മാലയിട്ട് സ്വീകരിച്ചത്. ഇത് വിവാദമായപ്പോൾ ന്യായീകരിച്ച് രക്ഷപ്പെടാൻ ജില്ലാ സെക്രട്ടറി അടക്കം ശ്രമിച്ചു. സംസ്ഥാന നേതൃത്വം അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. ജില്ലാ സെക്രട്ടറിയുടെ പേര് പറഞ്ഞ് ആരോഗ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് തലയൂരി. എന്നാൽ ഈ വിവാദ പാർട്ടി മാറ്റത്തിൽ ഉൾപ്പെട്ടയാൾ കഞ്ചാവുമായി പിടിയിലായതോടെ ഇരുവരും വീണ്ടും ഊരാക്കുടുക്കിലായി. എക്സൈസ് രജിസ്റ്റർ ചെയ്ത കേസ് രേഖകൾ ഉള്ളതിനാൽ നിഷേധിക്കാനും കഴിയുന്നില്ല. ഇതോടെയാണ് പത്തനംതിട്ട ഏരിയ സെക്രട്ടറി വിചിത്ര ന്യായവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. യദു കൃഷ്ണനെ കഞ്ചാവ് കേസിൽ കുടുക്കിയതാണ്. എക്സൈസ് ഉദ്യോഗസ്ഥൻ യുവമോർച്ചക്കാരനും സംഖ്യയുമാണ് എന്നാണ് ഏരിയ സെക്രട്ടറി പറയുന്നത്. അന്ന് CPM-ൽ ചേർന്ന 62 പേരിൽ ആർക്കെതിരെ വേണമെങ്കിലും ഇനിയും കള്ളക്കേസ് വരാമെന്ന മുൻകൂർ ജാമ്യവും ഏരിയ സെക്രട്ടറി എടുക്കുന്നുണ്ട്. എന്നാൽ CPM ഭരിക്കുമ്പോൾ അവരുടെ ആളുകൾക്കെതിരെ എങ്ങനെ കള്ളക്കേസ് എടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയും എന്ന ചോദ്യത്തിന് മറുപടിയൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ന്യായീകരിച്ച് ജില്ലാ സെക്രട്ടറി വെട്ടിൽ വീണതിനാലാണ് ഇക്കുറി ന്യായീകരണത്തിന് ഏരിയ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയത്.